എല്ലാവരെയും അത്ഭുത മാതാവ് അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരിശുദ്ധ അമ്മ മാതാവിനെ അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് നീക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളുടെ സ്വന്തം മക്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരും. അനേകം മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ നടത്തി കൊടുക്കുന്നത്. മക്കളെ ഇത് നിരസിക്കാതിരിക്കുക. പൂർണ്ണ മനസ്സോടുകൂടെ പരിശുദ്ധ അമ്മ മാതാവിനെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പബ്ലിഷ് ചെയ്യുന്ന പ്രാർത്ഥനയിലും അതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്ക് 7:30 നടത്തുന്ന ലൈവിലും നിങ്ങൾ പങ്കുചേരണം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. പരിശുദ്ധ അമ്മ മാതാവ് പ്രോമിസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ഞാൻ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുമെന്നും അവരുടെ എല്ലാ പ്രശ്നങ്ങൾ എടുത്ത് നീക്കുമെന്നും പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി ഇന്നലത്തെ ലൈവിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. പരിശുദ്ധ അമ്മ മാതാവ് 1,00,000 മക്കളെ മാത്രമേ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുക്കത്തുള്ളൂ. അതിനാൽ തന്നെ മക്കളെ നിങ്ങൾ നിരസിക്കാതിരിക്കാം. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എന്നെ തിരിച്ചറിയുകയും ഈശോയെ തിരിച്ചറിയുകയും ചെയ്യുന്നവരും എൻ്റെ സ്വന്തം മക്കളായി തീരുമെന്നും അവരെല്ലാ ദിവസം ലൈവിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സമർപ്പിച്ച് അമ്മ മാതാവ് ഈശോയോടൊപ്പം ആ മക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുമെന്നും പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ലോകത്തും ഈ ലോക ജീവിതത്തിന് ശേഷവും പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കും അവരെന്നും പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. മക്കളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നവർ മറ്റുള്ളവരോട് പറയുമ്പോൾ 4 തവണ മാത്രമേ പരിശുദ്ധ അമ്മ മാതാവിനെ കുറിച്ച് പറയുവാനായിട്ട് പാടുള്ളൂ. കാരണം പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എന്നെ തിരിച്ചറിയുന്നത്, എന്നെ സ്നേഹിക്കുന്നവർ, പരിശുദ്ധ അമ്മ മാതാവിനെ സ്നേഹിക്കുന്നവർ, ഈശോയെ സ്നേഹിക്കുന്നവർ, ഈശോ തിരിച്ചറിയുന്നവർ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് ലൈവിൽ പങ്കെടുക്കുമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത്, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങളെ ആശീർവദിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കും. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. പരിശുദ്ധ അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരെയും പരിശുദ്ധ അമ്മ മാതാവ് സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ എല്ലാ ലൈവിലും പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയോട് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുവാൻ, ഈ മക്കളുടെ ആഗ്രഹം സാധിച്ചെടുക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്ത് ഈശോയോട് ചേർത്ത് പിടിക്കുന്നതിന് ഓർത്തിവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ്, ഈ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഉയർച്ചകളും ഈ മക്കളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾ തന്നെയാണ്, ഒരു വഴികളും തുറക്കുന്നില്ല. പരിശുദ്ധ അമ്മ മാതാവേ, എല്ലാ തടസ്സങ്ങളും മാറിക്കൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതങ്ങൾ ഇറങ്ങി വരണമേ. ഈ മക്കൾ ചെയ്യുന്നതെല്ലാം 100% സക്സസ് ആയി മാറുവാനും ഈ മക്കളുടെ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങൾ വന്നു ചേരുവാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ എപ്പോഴും നിലനിൽക്കണമേ. സമ്പന്നതയിലൂടെ കടന്നുകൊണ്ട് പോകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് സമ്പത്തിന്റെ പേരിൽ. പരിശുദ്ധ അമ്മ മാതാവേ, അവരുടെ എല്ലാ മുൻപിൽ തലയുയർത്തി നിൽക്കുവാനുള്ള സാമ്പത്തിക ഉയർച്ച പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കൾക്ക് നൽകണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തി കൊടുക്കണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നല്ല 1000 ആണെങ്കിലും പരിശുദ്ധ അമ്മ മാതാവ് നടത്തി കൊടുക്കുമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അതല്ലാതെ തന്നെ ഈ മക്കളിലും പരിശുദ്ധ അമ്മ സാധ്യമാക്കി കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ തെരഞ്ഞെടുത്ത് സ്വന്തം മക്കളായി തീർക്കുന്നതിന് ഓർത്തിവിടെ നന്ദി പറയുവാണ്. മക്കളെ, നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുക. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണല്ലോ. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, 1,00,000 മക്കളെ മാത്രമേ ഞാൻ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുക്കത്തുള്ളൂ എന്ന്. അതിൽ ഒരാളെ പോലും പരിശുദ്ധ അമ്മ മാതാവ് എക്സ്ട്രാ ആയിട്ട് തിരഞ്ഞെടുക്കത്തില്ല എന്ന്. അതിനാൽ തന്നെ മക്കളെ, നിങ്ങളെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിരിക്കുകയാണ്. നിങ്ങൾ എത്രയോ ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ്. കാരണം പരിശുദ്ധ അമ്മ നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തു എന്നുള്ളത് നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിച്ച് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുക. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവ് എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്നും ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് വിടിവിക്കണമേ. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പരിശുദ്ധ അമ്മയുടെ ഞാൻ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ മക്കൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ, ജോലികൾ എല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഉയർന്ന ശമ്പളത്തോടു കൂടി ഈ മക്കളുടെ സാമ്പത്തിക ഉയർച്ചകൾ ഉയർന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വഴികൾ തുറക്കണമേ. അമ്മേ മാതാവെ അനുഗ്രഹിക്കണമേ. കടബാധ്യതയെല്ലാം മാറിപ്പോട്ടെ. എത്രത്തോളം വലിയ കടബാധ്യതകളാണെങ്കിലും അതെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവെ, എല്ലാം പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് നല്ല സാമ്പത്തിക ഉയർച്ചയിലൂടെ, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെ ഈ മക്കൾ പരിശുദ്ധ അമ്മ മാതാവ് കൊണ്ടുപോകണമേ. അമ്മ മാതാവിൻ്റെ അത്ഭുതം ഈ നിമിഷം തന്നെ നടക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, കോടികൾ കടബാധ്യതയിലൂടെ കടന്നുപോയ മക്കൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നപ്പോഴും അവിടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അത്ഭുതം നടന്നു. അതെല്ലാം മാറ്റിക്കൊടുത്ത് പരിശുദ്ധ അമ്മ മാതാവ് സന്തോഷവും സമാധാനവും ആ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നിറച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ, ഇവരുടെ കടബാധ്യതകളെല്ലാം മാറിപ്പോട്ടെ, ഇവരുടെ വേവലാതികളെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ മാതാവേ, അവരുടെ ജപ്തി സാഹചര്യങ്ങൾ അത് എത്രത്തോളമാണെങ്കിലും അതെല്ലാം തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ
മാതാവിന്റെ പ്രത്യേക ഇടപെടലാൽ ഈ മക്കളുടെ ജീവിതത്തിലേക്കും അമ്മ മാതാവ് സന്തോഷവും സമാധാനവും സാമ്പത്തിക ഉയർച്ചയും നിറയ്ക്കണമേ. പുതിയൊരു ജീവിതം ഈ മക്കൾക്ക് നൽകണമേ. എല്ലാ ക്ലേശങ്ങളും വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ വരാതിരിക്കുവാനും, ഒരു കടബാധ്യതയിലൂടെ കടന്നു പോകാതിരിക്കാനും, ഒരു ജപ്തി സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാനും പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാവണമേ. മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് തന്നെ നയിക്കണമേ. അമ്മ മാതാവ് ഈശോയോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാനും, അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, എല്ലാ തരത്തിലുള്ള രോഗ സാഹചര്യങ്ങളും പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ രോഗ സാഹചര്യങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. എത്രത്തോളം കഠിനമായിട്ടുള്ള രോഗാവസ്ഥകളാണെങ്കിലും അതെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മേ മാതാവേ, ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, അവരെല്ലാം പരിശുദ്ധി അമ്മ മാതാവ് അവരുടെ ശരീര ബുദ്ധിമുട്ടുകളൊക്കെ എടുത്ത് നീക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാനും, പരിശുദ്ധി അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ ജോലി സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഉയർന്ന സാലറിയോട് കൂടെ ജോലിയിൽ മറ്റ് കമ്പനിയിലേക്ക് മാറുവാനോ ഇല്ലെങ്കിൽ ജോലി ലഭിക്കുവാനോ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവ്, ഇവരുടെ ജോലി സാഹചര്യങ്ങൾ പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് അമ്മ മാതാവ് അവരുടെ ജോലി സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ മാതാവിന്റെ കൃപയാൽ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവ്, ഈ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി ഈ മക്കൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന മക്കളും, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കളും, ഈ മക്കളെല്ലാവരെയും പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അത്തരം മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം ഇറങ്ങി വരണമേ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പരിശുദ്ധി അമ്മ മാതാവ്, അവരെല്ലാം ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എല്ലാ മക്കളും, ഓരോ മക്കളും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരണം. ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ലൈവിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും പരിശുദ്ധി അമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന മക്കളായി തീരണം. പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധി അമ്മ മാതാവിന്റെ പ്രസൻസോട് കൂടെ തന്നെ ആയിരിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി ആ മക്കൾക്ക് ലഭിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയെ മാതാവ്, നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധി അമ്മ മാതാവ് കരുതണമേ. അവരുടെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവെ, ഡോക്ടർമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അധ്യാപകരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവെ, അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. വിദ്യാർത്ഥികളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവെ, അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനും മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ മക്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ മക്കളായി തീരുവാനും പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ വിവാഹം നടക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവ്, ആ കാര്യത്തിൽ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും പരിശുദ്ധി അമ്മ മാതാവ് മക്കളെ വിടുവിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. സ്വന്തമായിട്ട് ഭവനമോ സ്ഥലമോ ഇല്ലാത്ത മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവ്, അവർക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഭവനവും ലഭിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ നടക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ്, സ്ഥലവും വീടും വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ, അത്തരത്തിലുള്ള മക്കൾ, ആ മക്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ സ്ഥലം വീട് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അത്ഭുതം നടത്തുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ്, എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്ന് ഈ മക്കളെ വിടുവിക്കണമേ. ഈ മക്കളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മക്കളിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ മക്കളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ തിരികെ ലഭിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. എല്ലാ ബന്ധനങ്ങളും ഈ മക്കളിൽ നിന്ന് വിട്ടുമാറിപ്പോട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ വന്നു ചേരണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് ആ പ്രാർത്ഥന ആവശ്യം അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ. ഈ മക്കൾ എന്ത് ആവശ്യമാണെങ്കിലും സമർപ്പിക്കുന്ന അതിലെല്ലാം പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലാൽ അതെല്ലാം 100% സക്സസ് ആയി മാറുവാൻ പരിശുദ്ധി അമ്മ മാതാവ് ഇടപെടണമേ. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധി അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിന്റെ അത്ഭുതം നടക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. ഈ മക്കളുടെ ക്ലേശങ്ങളെല്ലാം തന്നെ ഈ നിമിഷം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് ഇവരുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധി അമ്മ സാധിച്ചു കൊടുക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ്, ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവർ പരിശുദ്ധി അമ്മ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് പരിശുദ്ധി അമ്മ മാതാവിനെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന പരിശുദ്ധി അമ്മ മാതാവ്, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങൾ ഈ നിമിഷം തന്നെ വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എന്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കൾക്ക് ഞാൻ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ അനവധി പരിശുദ്ധി അമ്മ നടത്തുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. മക്കളെ ഈ നിമിഷം പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ഒരു സ്വരൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും കുമ്പിട്ട് നിൽക്കും. പരിശുദ്ധി അമ്മ മാതാവ് ഈശോയോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ ഈ നിമിഷം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് പൊട്ടിച്ചെറിയുന്നതിനെ ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. ഈ മക്കളുടെ കുടുംബാംഗങ്ങളെ ഞാൻ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളുണ്ടെങ്കിലും, ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് തർക്കങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകളും എല്ലാം തന്നെ മാറിപ്പോട്ടെ. സാമ്പത്തിക ഉയർച്ചകളെല്ലാം തന്നെ വന്നു ചേരട്ടെ. പരിശുദ്ധി അമ്മ മാതാവ്
മാതാവ് എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഈ നിമിഷം തന്നെ വിട്ടുമാറിപ്പോട്ടെ. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മാറിപ്പോട്ടെ. ഈ മക്കളുടെ ഭവനത്തിലേക്ക് സമ്പത്ത് വന്നു ചേരട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് പണം കൊണ്ടുവരട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് ഇവരുടെ ക്ലേശങ്ങളെല്ലാം മാറിപ്പോട്ടെ. എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോട്ടെ. എല്ലാ തരത്തിലുള്ള രോഗ സാഹചര്യങ്ങൾ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടൽ ഇറങ്ങി വരുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. അത്ഭുതങ്ങൾ അനവധിയാണല്ലോ പരിശുദ്ധി അമ്മ നടത്തുന്നത്. ഈ മക്കളെ പരിശുദ്ധി അമ്മ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്തിനോട് നന്ദി പറയുവാണ്. മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ ആശീർവദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.